ഒരുപാട് പേര് ആവശ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ് നമ്മളിന്ന് ചെയ്യുന്നത്. അതായത് കയറ്റത്തിൽ, അത് നിങ്ങൾ ഓടിക്കുന്ന വാഹനം ചെറിയ വാഹനമോ വലിയ വാഹനമോ ഏതോ ആകട്ടെ, കയറ്റത്തിൽ വണ്ടി നിന്ന് പോവുകയോ അഥവാ നിർത്തിയെടുക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ വണ്ടി എങ്ങനെയാണ് പുറകോട്ട് ഉരുളാതെ ക്ലച്ച് കരിയാതെ നമുക്ക് എടുത്തുകൊണ്ട് പോകാൻ സാധിക്കുന്നത്, ക്ലച്ച് താങ്ങിയെടുക്കുക എന്നുള്ളതാണ്, ക്ലച്ച് കരിയാതെ എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതൊരു ന്യായമായിട്ട് ലോഡ് കയറ്റിയൊരു വാഹനമാണ്. അപ്പോൾ ഇത് വണ്ടി ചെറുതാണെന്ന് പറഞ്ഞാലും ഒരു ഹെവി സെഗ്മെൻറ്റിൽ പെടുന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഈ ഒരു വണ്ടിയിൽ കാണിക്കുന്ന ട്രിക്ക് നിങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെറിയ വാഹനവും എടുക്കാം, അതുപോലെ തന്നെ വലിയ വാഹനവും എടുക്കാം. ഇതിപ്പോൾ ലോഡ് കയറ്റിയ വാഹനമാണ്. അപ്പോൾ നമുക്ക് വണ്ടിയിൽ ലോഡുണ്ടെങ്കിൽ കാലിവാഹനം എടുത്തുകൊണ്ട് പോകുന്നവരെ നമുക്ക് കയറ്റത്ത് നിർത്തി എടുക്കത്തില്ല, പ്രയാസം വരും. അതുപോലെ തന്നെ നിങ്ങളൊരു കാറാണ് ഓടിക്കുന്നതെങ്കിൽ കാറിൽ 4-5 യാത്രക്കാരൊക്കെ ഉണ്ടെങ്കിൽ യാത്രക്കാരിരിക്കുന്നതും അതുപോലെ തന്നെ കാലിയായിട്ടുള്ള കാർ ഓടിക്കുന്നതും പാസഞ്ചർ ഇല്ലാത്ത വണ്ടി ഓടിക്കുന്നതും വണ്ടി കയറ്റത്തിൽ നിർത്തി എടുക്കുന്നതായിട്ട് ഒരുപാട് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ അതെന്തെന്നുള്ളത് അത് ഡീറ്റെയിൽ ആയിട്ട് പറയാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. നമ്മളിതിനു മുന്നേ ക്ലച്ചിൻ്റെ പോർഷൻസൊക്കെ ഉള്ള വീഡിയോകൾ ചെയ്തിരുന്നു. എങ്കിലും നമ്മൾ വാട്സപ്പിലൂടെയൊക്കെ ഒരുപാട് ആൾക്കാർ ക്ലച്ച് എങ്ങനെയാണ് കരിയാതെ എടുക്കുന്നത് എന്നുള്ളത് ഒന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞൊരു വീഡിയോ ഒത്തിരി ആൾക്കാർ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ വാഹനം ഓടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പം ഇതൊരു എസ്റ്റേറ്റ് വഴിയാണ്, വലിയ തിരക്കുകളൊക്കെ കുറഞ്ഞ വഴിയാണ്, പരമാവധി വീതി കുറഞ്ഞൊരു വഴിയാണിത്. അപ്പം നമ്മൾ വീതി കുറഞ്ഞ വഴിക്കൂടെ തന്നെ വണ്ടി ഓടിക്കുമ്പോൾ എതിരെ ഒരു വണ്ടി വരുവാണെങ്കിൽ തന്നെ കയറ്റമാണെങ്കിൽ നമുക്ക് ഒതുക്കി നിർത്തേണ്ട സാഹചര്യവും അതുപോലെ തന്നെ സൈഡ് ചേർത്ത് കൊടുക്കേണ്ട സാഹചര്യങ്ങളൊക്കെ ഒരുപാട് വരും. അപ്പോൾ ആ സാഹചര്യത്തിലൊക്കെ നമുക്ക് കയറ്റമാണെങ്കിൽ ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് പ്രയോഗിക്കാവുന്നതാണ്. ഇതിപ്പം നല്ല കയറ്റമുള്ളൊരു വഴിയാണ്. കയറ്റമുള്ളൊരു വഴിയുടെ കയറ്റം തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ ആ കയറ്റത്തിൻ്റെ മധ്യഭാഗത്ത് ചെല്ലുമ്പോൾ ഞാൻ എങ്ങനെയാണ് ഇത് ക്ലച്ച് കരിയാതെ തങ്ങിയെടുക്കാം എന്നുള്ളതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ കൂടെ എല്ലാം നമുക്ക് പറഞ്ഞു തരാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഒരിക്കലും വീഡിയോയിൽ കൂടെ നമുക്ക് ഈ പ്രാക്ടീസ് നിങ്ങൾ തന്നെ ചെയ്യണം. നമ്മളിതിൽ ടിപ്സുകൾ പറഞ്ഞു തരത്തേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ കാണുന്നവർ, സ്വന്തമായിട്ട് വണ്ടി ഉള്ളവർ ചെയ്ത് പഠിക്കുക. അതുപോലെ ചെറിയ വാഹനങ്ങൾ കാറൊക്കെ ഉള്ളവർ, സ്വന്തമായിട്ട് വണ്ടിയുള്ളവർ കാറ് ഓടിച്ച് പഠിക്കുക. ഇല്ലെങ്കിൽ സുഹൃത്തുക്കളുടെ വണ്ടി ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ വണ്ടി വാടകയ്ക്ക് എടുക്കുന്ന സാഹചര്യത്തിലൊക്കെ ആണെങ്കിലും ഈ ഒരു ട്രിക്ക് നിങ്ങൾക്ക് ആ വണ്ടിയിൽ ചെയ്ത് പഠിക്കാവുന്നതാണ്. സാധാരണ മിക്കവാറും ലൈസൻസൊക്കെ എടുത്ത് ആ വണ്ടി അത്യാവശ്യം ഒന്ന് ഉരുട്ടാൻ അറിയാവുന്നവർക്ക് പോലും പലർക്കും കയറ്റത്ത് നിന്ന് കഴിഞ്ഞാൽ എങ്ങനെയാണ് വണ്ടി എടുത്തുകൊണ്ട് പോകാം എന്നുള്ളത്, ആ ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് പെട്ടെന്ന് ഹാൻഡിൽ ചെയ്യുക എന്നുള്ളത് അറിയത്തില്ല. സാധാരണഗതിയിൽ റോഡിലൂടെ വാഹനം ഓടിച്ചുകൊണ്ട് പോകുമ്പം ഇപ്പോൾ ഫ്രണ്ടിലൊരു ബസ്സാണെങ്കിൽ ആ ബസ് പെട്ടെന്ന് കൊണ്ട് ചവിട്ടും. ഇപ്പോൾ സ്വാഭാവികമായിട്ട് കയറ്റമാണെങ്കിൽ ബസ് പാസഞ്ചറെ കയറ്റാനോ ഇറക്കാനോ ഒക്കെ ആണെങ്കിൽ വണ്ടി ചവിട്ടുമ്പോൾ നമ്മളതിൻ്റെ പുറകിലുണ്ടെങ്കിൽ നമ്മളും സ്വാഭാവികമായിട്ടും വണ്ടി ചവിട്ടും. അപ്പം നമ്മുടെ പുറകിലും വരുന്ന വണ്ടികൾ അതുപോലെ തന്നെ ഇപ്പോൾ കാറോ ബൈക്കോ ഏതെങ്കിലും വാഹനം ആയിക്കോട്ടെ, നമ്മളെ ചേർത്ത് കൊണ്ട് മുട്ടിച്ചുകൊണ്ട് പുറകെ കൊണ്ട് വെക്കും. ബസ് എടുത്തുകൊണ്ട് പോകും. നമ്മൾ എടുക്കാൻ വേണ്ടി നോക്കുമ്പോഴത്തേനും നമ്മുടെ വണ്ടി ഒന്നെങ്കിൽ പെട്ടെന്ന് എടുക്കുമ്പോഴത്തേനും ജോയിൻ്റ് അടിച്ച് ഓഫായിട്ട് നിന്ന് പോകും, ഇല്ലെങ്കിൽ നമ്മുടെ വണ്ടി പുറകോട്ട് ഉരുണ്ട് പോകും. അപ്പോൾ പുറകോട്ട് ഉരുണ്ട് പോകാനുള്ള സാഹചര്യം ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് വലിയ അപകടത്തിലേക്ക് നയിക്കും. ഇപ്പോൾ പുറകിൽ ഏതൊക്കെ വണ്ടികൾ, ഇപ്പോൾ വലിയ വണ്ടി, ഇപ്പോൾ ഹെവി വണ്ടികളൊക്കെയാണ് നിങ്ങൾ ഓടിക്കുന്നതെങ്കിൽ പുറകുവശം നമുക്ക് ബ്ലൈൻഡ് സ്പോട്ട് ആയിരിക്കും. അതായത് പുറകുവശം നമുക്ക് കാണാൻ സാധിക്കത്തില്ലായിരിക്കും. സൈഡ് മിററിൽ കൂടെ ഉള്ള കാഴ്ചയിലുപരി പുറകിലൊരു ബൈക്കുകാരനൊക്കെ ചേർത്ത് വെച്ചിരിക്കുന്നെങ്കിൽ നമുക്കത് കാണാൻ സാധിക്കത്തില്ല. അപ്പം പുറകോട്ട് ഉരുണ്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അപകടം ഉണ്ടാവും. അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാകാതിരിക്കട്ടെ. അപ്പോൾ അതിനായിട്ട് ഈ പറഞ്ഞു തരുന്ന കാര്യങ്ങളൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇപ്പോൾ നമ്മുടെ കയറ്റം നല്ല രീതിക്ക് കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇത് ഞാൻ പറഞ്ഞ എസ്റ്റേറ്റ് മേഖലയാണെന്ന് പറഞ്ഞു. ഈ വഴി ഏരിയ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. വാഹനങ്ങളൊക്കെ ഈ റൂട്ടിൽ കുറവാണ്. താഴോട്ട് മൊത്തം റബ്ബർ എസ്റ്റേറ്റാണ്. ഇത് നേരെ കാഞ്ഞിരപ്പള്ളി മുണ്ടക്കയം പോകുന്ന ഒരു ഷോർട്ട് കട്ട് ബൈ റോഡാണ്. അപ്പോൾ നമ്മളിതൊരു ബ്രിക്സുമായിട്ട് ഓട്ടം പോകുന്നതാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു വീഡിയോ ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് ഇതിൻ്റെ കാര്യത്തിലേക്ക് കിടക്കാം. നമ്മൾക്ക് ഇവിടെ നിർത്തിയിട്ട് ഒന്ന് എടുത്ത് നോക്കാം. പിന്നെ ഓരോ വാഹനത്തിൻ്റെയും ബൈറ്റിംഗ് പോയിൻറ്റുകൾ, അതായത് ക്ലച്ച് നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ടേച്ച് റിലീസ് ചെയ്യുന്നത്, ക്ലച്ച് നമ്മൾ കാലെടുക്കുമല്ലേ, അതാണ് റിലീസിങ് ബൈറ്റിംഗ് പോയിൻറ്റുകൾ വ്യത്യാസം വരും.
ഓരോ വാഹനത്തിൻ്റെ ക്ലച്ച് സെറ്റിങ് പോലിരിക്കും. അത് ചില വാഹനത്തിന് ഇങ്ങനെ ചവിട്ടി പിടിക്കുമ്പോഴത്തേനും ഏറ്റവും താഴെയായിരിക്കും ക്ലച്ച്, ചില വാഹനത്തിൻ്റെ കുറച്ചുകൂടെ പൊക്കുമ്പോഴായിരിക്കും ക്ലച്ച്, ചിലതിൻ്റെ പരമാവധി മുകളിലായിരിക്കും ക്ലച്ച്. അപ്പോൾ അങ്ങനെ പലതിനും വ്യത്യസ്തമായിരിക്കും. ഇപ്പോൾ നിങ്ങളുടെ വാഹനത്തിൻ്റെ ബൈറ്റിംഗ് സെറ്റിങ് പോലെ അല്ലായിരിക്കും മറ്റ് സുഹൃത്തിൻ്റെ വാഹനത്തിൻ്റെ സെറ്റിങ്. അപ്പോൾ അത് ഏത് വാഹനത്തിനാണെങ്കിലും ബൈറ്റിംഗ് പോയിൻ്റ് എവിടെയാണെന്ന് നോക്കി ആദ്യം കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ കയറ്റത്ത് വണ്ടി നിർത്തുന്ന സാഹചര്യത്തിൽ നമ്മൾ ബ്രേക്കിൽ കാല് വെച്ചിട്ടാണ് ബൈറ്റിംഗ് പോയിൻ്റ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ബൈറ്റിംഗ് പോയിൻ്റ് ചെക്ക് ചെയ്തിട്ട് ഇപ്പം ഈ വാഹനത്തിൻ്റെ ഇങ്ങനെ ക്ലച്ച് ചവിട്ടി ചെയ്ത് ഇങ്ങനെയാണ് ബൈറ്റിംഗ് പോയിൻ്റ് എങ്കിൽ ബൈറ്റിംഗ് പോയിൻ്റ് നിർത്തി RPM നല്ല രീതിക്ക് കൊടുക്കുക. നല്ല രീതിക്ക് കൊടുത്തിട്ട് ക്ലച്ചിൽ നിന്ന് പയ്യെ കാലെടുക്കുക. അപ്പോൾ വണ്ടി മുന്നോട്ട് നീങ്ങുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വഴിയുടെ ഏറ്റവും കയറ്റത്ത്, അതായത് സെൻറ്റർ ഭാഗത്താണ്, ഏറ്റവും നല്ലപോലെ കയറ്റം ഉള്ളിടത്താണ് ഇപ്പം വണ്ടി കൊണ്ട് നിർത്തിയിരിക്കുന്നത്. സൈഡ് ഒതുക്കി നിർത്തിയാണ്. ഇപ്പോൾ ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ കഷ്ടിച്ച് കടന്നു പോകാനുള്ള ഒരു ഗ്യാപ്പുള്ള ഒരു ഭാഗത്താണ് ഇപ്പോൾ നിർത്തിയിരിക്കുന്നത്, ഏറ്റവും കയറ്റമുള്ള ഭാഗത്ത്. അപ്പോൾ നമ്മളിനി ബ്രേക്ക് ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഗിയറിലിട്ട് നിർത്തി ബ്രേക്ക് ചവിട്ടി പിടിച്ചു, ക്ലച്ചും ചവിട്ടി പിടിച്ചിരിക്കുകയാണ്. ഇതേ ക്ലച്ചിൽ നിന്ന് ബ്രേക്കിൽ നിന്ന് കാലെടുത്തു, ക്ലച്ച് റിലീസ് ചെയ്തു, ഹാഫ് ക്ലച്ച് കൊടുത്ത് റിലീസ് ചെയ്തിട്ട് ആക്സിലേറ്റർ ഫുള്ളായിട്ട് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. കേട്ടോ, ഫുള്ളായിട്ട് കൊടുത്തപ്പോൾ വണ്ടി മൂവ് ചെയ്തു. അപ്പം ഈ വീഡിയോ നിങ്ങൾ നോക്കിയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് നല്ലൊരു ഡ്രൈവർ ആവാൻ പറ്റത്തുള്ളൂ. പ്രാക്ടീസ് ചെയ്ത് അതുപോലെ തന്നെ ആളൊഴിഞ്ഞ വഴിയിലും ഒക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുമ്പം കൂട്ടത്തിലുള്ള ഒരാളും കൂടെ, ഒരു സുഹൃത്തോ മറ്റോ ഉള്ളതും നല്ലതാണ്. അപ്പോൾ അതിനായിട്ട് നമ്മുടെ വീടിനടുത്തുള്ള ചെറിയ കയറ്റങ്ങളൊക്കെ കണ്ടുവച്ചിട്ട് വണ്ടി കൊണ്ടുവന്നിട്ട് ഇതുപോലെ പ്രാക്ടീസ് ചെയ്യുക. അപ്പോൾ കാറാണെങ്കിലും ചെറിയ വണ്ടിയോ വലിയ വണ്ടി ഏത് വേണമെങ്കിലും പ്രാക്ടീസ് ചെയ്യാം. കാറൊക്കെ ആണെങ്കിൽ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ കയറ്റത്ത് ഇതുപോലെ നിർത്തിയെടുക്കാൻ ആദ്യം 1-2 തവണയൊക്കെ എടുക്കുമ്പം ചിലപ്പോൾ ശരിയാകത്തില്ല. അങ്ങനെ നിരന്തരം പ്രാക്ടീസ് കൊണ്ട് നിങ്ങൾക്ക് നല്ല ഒരു ഡ്രൈവർ ആകാൻ സാധിക്കും. അങ്ങനെ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോയ്ക്ക് തീർച്ചയായിട്ടും ലൈക്ക് തരിക. മറ്റ് വാഹനപ്രേമികളിലേക്കും ഡ്രൈവിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളിലേക്കുമൊക്കെ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അങ്ങനെ എല്ലാവരും നല്ല ഡ്രൈവർമാരായിട്ട് തീരട്ടെ. അപകടങ്ങൾ നമ്മുടെ നാട്ടിൽ നിന്നും മാറട്ടെ. ഓക്കെ.